ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകളിൽ ദുരൂഹതയെന്ന് ഹൈക്കോടതി. ഭക്തർ നൽകുന്ന പണവും ക്ഷേത്ര ഫണ്ടും കൈകാര്യം ചെയ്യുന്നതിൽ ദേവസ്വം ബോർഡിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് കോടതി നിരീക്ഷിച്ചു. സ്പോൺസർഷിപ്പ് തുകയേക്കാൾ വലിയ തുക ചിലവാക്കിയതിനെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകാൻ ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ഓഡിറ്റ് സ്ഥാപനമായ വി ജയൻ ആൻഡ് അസോസിയേറ്റ്സ് സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ അക്ഷരാർത്ഥത്തിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. റിപ്പോർട്ടിലെ പ്രധാന പോയിന്റുകൾ ഇവയാണ്. അവ്യക്തമായ ചിലവുകളാണ് ഉണ്ടായിരിക്കുന്നത്. വൗച്ചറുകളോ രസീതുകളോ ഇല്ലാതെയാണ് പലയിടത്തും വൻ തുകകൾ കൈമാറിയിരിക്കുന്നത്. സ്പോൺസർഷിപ്പിനേക്കാൾ എത്രയോ ഇരട്ടി തുകയാണ് ചെലവായി കാണിച്ചിരിക്കുന്നത് എന്നും കോടതി നിരീക്ഷിച്ചു. ഇത് എങ്ങനെയെന്ന ചോദ്യത്തിന് ബോർഡിന് മറുപടിയില്ല. പണം ചിലവഴിക്കുന്നതിലും അത് കൃത്യമായി വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിലും ബോർഡ് ഗുരുതരമായ അലംഭാവം കാട്ടിയെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. ക്ഷേത്ര ഫണ്ടും ഭക്തരുടെ കാണിക്കുകയും കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനം ഇത്രയും വലിയ ലാഘവത്തോടെ പ്രവർത്തിക്കുന്നത് ഗൗരവകരമാണെന്നും ഹൈക്കോടതി വിലയിരുത്തി. IIIC ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കീഴിലുള്ള ഈ സ്ഥാപനത്തിനാണ് ഇവന്റ് മാനേജ്മെന്റ് ചുമതല നൽകിയത്. ദേവസ്വം ബോർഡിന്റെ സ്വന്തം മാനുവൽ നിലനിൽക്കെ അത് കാറ്റിൽ പറത്തിക്കൊണ്ട് ടെൻഡർ വിളിക്കാതെയാണ് കരാർ നൽകിയത് എന്നുള്ളത് മാനുവൽ ലംഘനമായി തന്നെ കാണാം. ആസ്തി രജിസ്റ്റർ ഹാജരാക്കാൻ ഓഡിറ്റർ ആവശ്യപ്പെട്ടിട്ടും അത് നൽകാൻ ബോർഡ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ ക്രമക്കേടുകൾക്ക് പിന്നിൽ പ്രത്യേക സാഹചര്യമുണ്ടോ എന്ന് കോടതി ചോദിച്ചെങ്കിലും തൃപ്തികരമായ മറുപടി നൽകാൻ ദേവസ്വം ബോർഡിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ബോർഡിന് കൃത്യമായ മറുപടി നൽകേണ്ടി വരും. ഓഡിറ്റിംഗിൽ നേരിടുന്ന തടസ്സങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ ഓഡിറ്റിംഗ് സ്ഥാപനത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഈ കേസ് ഏപ്രിൽ 1 വീണ്ടും കോടതി പരിഗണിക്കും. ഭക്തരുടെ പണം എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നതിൽ കോടതിയുടെ ഈ ഇടപെടൽ അതീവ പ്രാധാന്യമർഹിക്കുന്നു.